എസ് ടി കാർഡ് എവിടെയാണ് വെച്ചിരിക്കുന്നത് പറയാൻ. നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ചാവണ്ട. എവിടെയാണ് എസ് ടി കാർഡ് വെച്ചിരിക്കുന്നത്? വേറെന്തൊക്കെയാ കാണാതെ പോയത്? മച്ചാനെ എവിടെ ഇരിക്കേ? ജന, നീ ഇപ്പൊ തോട്ടക്കാടല്ലേ ഉള്ളത്? എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിയാണോ? അപ്പടിയൊന്നും ഇല്ലടാ, ചെറിയൊരു മോഷണ കേസ്. എന്താട്ടാ വിളിച്ച പറ. ഓക്കെ ലിസൺ കുമാർ, 25 മീഡിയം വെൽത്ത് ഒരു എസ് ടി കാർഡ് വെച്ചിട്ടുണ്ട്. അതിൽ സിദ്ധാർത്ഥിനെതിരായിട്ടൊരു പ്രധാനപ്പെട്ട തെളിവുണ്ട്. അത് എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തോട്ടക്കാട് നിന്ന് 30 കിലോമീറ്റർ ദൂരം ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ വിളിച്ചു നോക്കിയിട്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല. ഐ സസ്പെക്ട് സം ഫൗൾസ് പ്ലേ. എനിക്ക് സ്പോട്ട് വിട്ട് പോകാൻ പറ്റില്ലടാ. സപ്പോസ് അയാൾ വന്നെങ്കിലോ? ഒരു ഹെൽപ്പ് ചെയ്യാമോ നിനക്ക്? 172/16 തിരുമംഗലം സ്ട്രീറ്റ്. ഇതാണ് അവന്റെ അഡ്രസ്. നീ തന്നെ പോണം, വേറെ ആരെ അയക്കരുത്. തിരുമംഗലം സ്ട്രീറ്റ് അല്ലേ? ഇവിടെ അടുത്താ, ഞാൻ പോയി നോക്കാം. താങ്ക്സ് ഡാ. കോൾ വിക്കി. ജി, അവിടേക്ക് ജനാന്ന പേരിലെ പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അവന്റെ കയ്യിൽ ആ കാർഡ് കിട്ടാൻ പാടില്ല. ഗോട്ട് ഇറ്റ്. ഏതോ പോലീസുകാരൻ വരുന്നുണ്ടെന്ന് വേഗം അന്വേഷിക്കേ. ചോദിച്ചാ നീ പറയില്ലല്ലേ? ഇവിടെ വാ, ഇങ്ങോട്ട് വരാൻ. അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. പോ 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 പോ. കുമാരേ, കുമാർ, കുമാർ, ഇത് മിത്ര സാറിന്റെ കയ്യിൽ കൊടുക്കണം സാർ. നീ വലിയ പോലീസുകാരൻ, ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചോ? നീ എസ് ടി കാർഡ് തരാം, ഞാൻ തരാം. അറക്കണോ? എന്റെ മണിമേഖലയുടെ അവസാനത്തെ ആഗ്രഹമാണ് സാർ. ഒന്നുകളയും ഞാൻ. എന്നെ കൊന്നാലും കൊടുക്കണം. ഇവനെ ഞാൻ വെച്ചേക്കില്ല. എടുക്കാൻ കുമാർ, എഴുന്നേൽക്ക്. പുറത്തു വന്നു ഞാൻ കൊല്ലും ഞാൻ. സോറി ജി, എസ് ടി കാർഡുമായിട്ട് പോലീസുകാരൻ പോയി. ഞാൻ എങ്ങനെങ്കിലും അവനെ കണ്ടുപിടിച്ചോളാം ജി. എന്ത് പറ്റിയടാ? എന്താ ഫോൺ എടുക്കാത്തെ? വിക്കി, ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ. എന്തൊക്കെയോ നടന്നു പോയിടാ. കുമാർ മരിച്ചടാ, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് എസ് ടി കാർഡ് മേടിച്ചടാ. എടാ നീ അവിടെ എവിടെ നിൽക്കണ്ട, നീ മെയിൻ റോഡ് വഴി നേരെ ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വരാം. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമോ? എസ് ഡി കാർഡ് കൈമാറിയാൽ മതി. ഓക്കെ ഓക്കെ. കാർഡ് എവിടെ?
അടുത്ത ആഴ്ച ഈ ഫാക്ടറി എന്റേതാ. ഇപ്പൊ ഗവൺമെന്റ് സിക്ക് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുക. അതിന്റെ കാരണക്കാരൻ ഞാൻ തന്നെയാ. നിന്നെ 2 കിലോമീറ്റർ മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ക്ലിങ്കർ ഫാക്ടറിയിലിട്ട് പൊടിച്ചേനെ. 2 കിലോമീറ്റർ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ എന്റെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് പീസാക്കി അറുത്തു മാറ്റിയിട്ടുണ്ടാവും. ഞാൻ ചെയ്യുന്ന വൃത്തികേടുകളിൽ ഇത് 0.000001%. 20 വർഷം ഞാൻ എൻ്റെ തൊഴിലിനോട് കാണിച്ച കൂറിനേക്കാളും എനിക്ക് തടസ്സം നിൽക്കുന്നവരെ ഇല്ലാതാക്കുന്നതിലാ എൻ്റെ കൂറ്. അങ്ങനെയുള്ള എന്നെ തകർക്കാൻ വന്നാൽ ഞാൻ വെറുതെ വിടുവോ? നീ ഉദ്ദേശിച്ച ആളല്ലടാ മിത്രൻ. നീ ചെയ്ത തെറ്റുകൾക്ക് കാലനായി വരുവൻ. അവന്റെ ദേഷ്യമെല്ലാം നിന്നെ പോലുള്ളൊരുത്തിന്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി ജീവിതം തന്നെ ഹോമിച്ച് വരം വാങ്ങി വന്നവനാടാ അവൻ. അത്രക്കുള്ള വാല്യൂ ഒന്നും അവനില്ല. വൈകാതെ അവന്റെ അടിവേര് പിഴുതെടുത്ത് പ്രാന്തനെ പോലെ റോഡിലിറക്കും ഞാൻ. അത് നടക്കില്ലടാ. നിന്നെ നശിപ്പിക്കുന്നത് മാത്രമാടാ അവന്റെ ഒരേ ഒരു ആഗ്രഹം. അവനത് മാത്രമല്ലാതെ വേറൊരു ചിന്തയും അവന്റെ മനസ്സിലില്ലടാ. ജി, ബൈക്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അതിലും SD കാർഡില്ല. എവിടെയാടാ വെച്ചിരിക്കുന്നത്? പറയടാ. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കോടാ. നീ എസ്കേപ്പ് ആവാൻ നോക്കുന്നല്ലേ? SD കാർഡ് എവിടെ? തരില്ല, തരില്ല, ഞാൻ തരമാട്ടെ. SD കാർഡ് എവിടെ? പറയടാ. പറയില്ലടാ. ഞാൻ ഒരു തമിഴൻ. അവളോ ശീഘ്രം കാമിച്ചു തരുമെന്ന് നനച്ചു ഞാൻ ഈ കൂട്ടുകാരന് വേണ്ടി എന്റെ ജീവൻ ഞാൻ കൊടുക്കുമ്പോടാ. ഇവൻ നമുക്ക് സെറ്റ് ആവാൻ തോന്നുന്നില്ല. സിദ്ധാർത്ഥ്, നീ തീർന്നു. ഇവന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച് മിത്രനെ ഇങ്ങോട്ട് വരുത്താം. സാറെന്തോ ഭയങ്കര ആളാന്നല്ലേ അവൻ പറഞ്ഞു. ആ ഭയങ്കരം വരുമ്പോ കാണട്ടെ. ജന 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 ഇവൻ ചാവുന്നത് കാണുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വാ. ജന ഓ ജന വേണ്ട ജന വേണ്ട.
മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ അടിവസ്ത്രം ധരിച്ച് പോലീസുകാരൻ്റെ മരണം റോഡിൽ. അവൻ മരിച്ചതിനേക്കാളും ഈ അപമാനമാണ് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തത്. അവൻ ഇങ്ങനൊരു അവസ്ഥ വന്നു പോയല്ലോ. ഇനി മുതലാണ് മിത്രൻ ചെയ്യുന്ന എല്ലാ ജോലിയിലും ഞങ്ങൾ 3 പേരും അധികമായി സപ്പോർട്ട് ചെയ്യും. എന്റെ ജനയെ ഞാൻ തന്നെ കൊന്നു. അവരെ ഞാൻ അങ്ങോട്ട് വിടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ആ SD കാർഡിനെ കുറിച്ച് മറ്റാർക്കും അറിയില്ലായിരുന്നു. അതെങ്ങനെയാണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓരോ കാര്യങ്ങളും നേരിൽ കണ്ട് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. മഹിമ, ആ ഫോട്ടോയിലുള്ള പിന്നെന്തെങ്കിലും മാറ്റി വെച്ചിരുന്നോ? പിന്നോ? ഞാനൊന്നും മാറ്റി വെച്ചില്ലല്ലോ. എന്താ അങ്ങനെ ചോദിച്ചത്? നീ അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ വേറെ ആരാ വന്നിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ സിദ്ധാർത്ഥായിരിക്കുമോ? അതെ, തുടണ്ട മിത്രൻ. നിനക്ക് ഡൗട്ട് ഉണ്ടല്ലേ? ഞാൻ ക്ലിയർ ചെയ്ത് തരാം. I'm totally free now. Indeed, thirst, huh? ഈ പിന്നൊന്ന് പിടിച്ചേ. അവിടെ വെച്ചേക്ക്. ആക്ച്വലി സിദ്ധാർത്ഥിന്റെ ഫിംഗർ പ്രിന്റ്സ് റെഫറൻസിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നേനെ. മഹിമ, ഈ ഗൺ കേസിൽ സിദ്ധാർത്ഥിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. Are you sure? ഇത് അവനാണ് എനിക്ക് തന്നത്. അവൻ തന്ന അന്ന് മുതൽ ഞാനിതിൽ തൊട്ടിട്ടേയില്ല. അന്ന് വാങ്ങുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ട് വാങ്ങിയത്. മിത്രൻ, ഫിംഗർ പ്രിന്റ്സ് മാച്ച് ആവുന്നുണ്ട്. എൻ്റെ വീട്ടിലും നീ വന്നുവല്ലേ? എൻ്റെ അടുത്തവൻ എന്തെങ്കിലും സ്പെഷ്യൽ കാണിക്കും. പക്ഷേ ഈ ഫോട്ടോയിൽ എന്തിനാ പിൻ ചെയ്തിരിക്കുന്നേ? ഏയ്, ഇത് 2011 മിസ് ഇന്ത്യ അനന്യ. ഇതാണ് ആ ഈവന്റിന്റെ ഫോട്ടോസ്. അനന്യയെ കണ്ടോ? നോക്ക്, ആ മൂന്നാമത് നിൽക്കുന്നുണ്ടല്ലേ, ശില്പ. ശില്പയോ? ആ, അത് സിദ്ധാർത്ഥന്റെ ഗേൾഫ്രണ്ട് ആണ്. എങ്ങനെയുണ്ട്? നൈസ്.